എല്ലാവരെയും വിശുദ്ധ റമദാൻ സമാഗതമാകുന്ന സന്ദർഭത്തിൽ റമദാൻ പ്രഭാഷണം പരിപാടിയിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പരിപാടി ആദ്യമായി ഖിറാഅത്ത് മുഖീന. മനുഷ്യർക്കാകമാനം മാർഗദർശകമായി വ്യക്തമായ സന്മാന പ്രമാണങ്ങളായി സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്ന ഇടരെല്ലാരും ഖുർആനിനെ വിശ്വാസമാക്കുക. അതിനാൽ ഇനി മുതൽ നിങ്ങളിൽ ആര് ആ മാസം ദർശിക്കുന്നുവോ അവർ ആ മാസം മുഴുവൻ ദർശിക്കേണ്ടതാണ്. രോഗിയോ യാത്രക്കാരനോ ആയവൻ മറ്റു നാളുകളിൽ 100 എണ്ണം തികട്ടെ. അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കിച്ചിട്ടില്ല, ലഘൂകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് 100 എണ്ണം തികറ്റാൻ സാധിക്കുന്നതിനും അള്ളാഹു സന്മാർഗം നൽകി ആദർശത്തിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വം അംഗീകരിച്ച് പ്രകടിപ്പിക്കുന്നതിനും അവനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുന്നതിനും വേണ്ടിയത്ര അവൻ സ്വാഗതം ആശംസിക്കുന്നതിനായി മുജീബ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് വീണ്ടും വിശുദ്ധ റമദാന്റെ പ്രഭാതത്തിൽ റമദാനെ സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എല്ലാ വർഷവും നമ്മെ ശുദ്ധീകരിക്കാനായി നമ്മുടെ ന്യൂനതകളും വൈകല്യങ്ങളും പരിഹരിച്ച് അല്ലാഹുവിനെ കടുപ്പിക്കാനായി അല്ലാഹു സുബ്ഹാനഹു ഒരുക്കിയിരിക്കുന്ന സുവർണ അവസരമാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ റമദാന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കുന്നത് റജബ് മുതൽ 2 മാസം മുമ്പേ പ്രാർത്ഥിക്കുന്നു. സത്യത്തിലായ നമ്മുടെ മുൻഗാമികൾ റമദാൻ തുടങ്ങുന്നതിന് 6 മാസം മുമ്പേ റമദാന് വേണ്ടി ഒരുങ്ങിയിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. റജബിലും ശഅബാനിലും ഞങ്ങൾ അനുഗ്രഹിക്കണേ, റമദാനിലും ഞങ്ങൾക്ക് അവസരം തരണേ. ഈ റമദാനിൽ ഞങ്ങൾക്ക് അവസരം തരുന്ന ദുആ ഓരോ സത്യവിശ്വാസിയുടെ മനസ്സിലും ഇങ്ങനെ ദിനേന നമസ്കാരത്തിന് ശേഷം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാലം കഴിയുന്തോറും നാട് ചെല്ലുന്തോറും നാട് മലീമസമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈമാൻ ഒരുപാട് പോർലകളിലേക്ക് മങ്ങിക്കൊണ്ടിരിക്കുന്നു. പുതുക്കാനും നവീകരിക്കാനുള്ള പ്രയത്നങ്ങൾ പഴയതുപോലെ ഭരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മഹത്തായ ഈ ആത്മീയ ദിനം ഏറ്റവും നല്ല നിലയിൽ അതിനെ വരവേറ്റ് ആ റമദാൻ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിച്ച് അതിനെ യാത്രയാക്കുവാൻ പടച്ചവൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പ്രഭാഷണം നിർവഹിക്കാൻ കരിച്ചാറ മുസ്ലിം ജമാഅത്ത് ഇമാം അലി അക്ബർ മൗലവിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഈ ICC പരിചയപ്പെടുത്തേണ്ട ആവശ്യത്തിന് മുമ്പും ഹജ്ജിനോടനുബന്ധിച്ചും റമദാനോടനുബന്ധിച്ചും പല പ്രഭാഷണങ്ങൾക്കും അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത്
ICCയുടെ ചെയർമാൻ സഹോദരൻ ആരിഫാണ്. ആരിഫിനെ ഇന്നത്തെ ഏവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർവോപരി ICCയുടെ ഭാരവാഹികൾ, അതുപോലെ ഈ പ്രഭാഷണം ശ്രമിക്കാൻ പല സ്ഥലങ്ങളിൽ നിന്നും അകലെ നിന്ന് പോലും വളരെ പരിപാടികൾ മാറ്റിവെച്ച് പ്രയാസങ്ങൾ സഹിച്ച് എത്തിച്ചേർന്ന എല്ലാ സത്യവിശ്വാസികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ റമദാൻ ഏറ്റവും നല്ല നിലയിൽ സ്വാഗതം ചെയ്യുവാൻ അതിൻ്റെ രാപ്പകലുകളെ നമസ്കാരങ്ങൾ കൊണ്ടും ഖിറാഅത്ത് കൊണ്ടും അതിനെ പരിപൂർണമായി അതിനെ സ്വീകരിക്കുവാൻ, ആത്മീയതയുടെ വസന്തോത്സവമായി അതിനെ സ്വീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ ആവേശത്തോടു കൂടി റമദാനെ വരവേറ്റ് റമദാൻ പകുതി കഴിഞ്ഞ് ആവേശം വാങ്ങി റമദാൻ വിട പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതൊന്നും നേടിയില്ലല്ലോ എന്ന് അനുഭവപ്പെടാറുള്ള സാധാരണ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന കാഴ്ച. അതിലുപരിയായി വളരെ നന്നായി ഒരുങ്ങി തന്നെ മുന്നോട്ട് പോകാൻ ഈ പ്രഭാഷണം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കട്ടിക്ക് ഞാൻ ലഭിക്കുന്നു. അനുഗ്രഹീതമായ പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി السلام عليكم ورحمة الله. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. ICCയുടെ ഈ ഒരു പ്രഭാഷണ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ച അതിലേറെ ഒരുപാട് വരും തലമുറയെ ദീനിലായി വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രാന്ത പരിശ്രമം നടത്തുന്ന ഒരു മദ്രസ പ്രസ്ഥാനം ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ എത്തിച്ചേർന്ന അകലന്നും അകടത്തുനിന്നും ഒക്കെ എത്തിച്ചേർന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, അതിലേറെ ഇയാളൊന്ന് നിർത്തിയിട്ട് വേണം നമുക്ക് സമ്മാനം മേടിച്ചോണ്ട് പോകാൻ എന്ന ആഗ്രഹത്തോടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവർക്കും കഥാവാദിയായ നമുക്ക് എല്ലാ നിലയിലുള്ള അനുഗ്രഹം നൽകി സഹായിക്കുമാറാകട്ടെ. റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ ഇത് രണ്ടു രീതിയിലായിരിക്കും പോകുന്നത്. ഒന്നാമത്തത് നമ്മൾ നോമ്പുമായി വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും മറ്റുമായിരിക്കും ആദ്യം പറഞ്ഞു പോവുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ നോമ്പിൽ നമ്മൾ എന്ത് ലക്ഷ്യമാക്കുന്നു എന്നത് കൂടെ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോവാം. സന്തോഷമായില്ലേ? ഓക്കെ. അപ്പോ ഒന്ന് ഷഹ്റു റമദാൻ അല്ലദീ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ വന്ന ഈ മോഡ് ഓതിയ ആയത്ത് സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്ത്. ഈ ആയത്ത് അവതരിച്ചത് ഏത് മാസത്തിലാണെന്ന് അറിയോ? ഇനി മൈക്ക് കയ്യിലെടുക്കുന്നതിനെന്നറിയോ? നിങ്ങളങ്ങനെ സൂചിച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആയത്ത് ഏത് മാസത്തെ അവതരിച്ചത് അറിയോ? ആർക്കെങ്കിലും അറിയോ? കുറച്ച് സമ്മാനങ്ങൾ നമുക്ക് വാങ്ങായിരുന്നു അല്ലേ? ശഅബാൻ മാസത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത്. എന്തിനായിരിക്കും പഠിച്ച ശഅബാൻ മാസത്തിൽ ഈ ആയത്ത് അവതരിപ്പിച്ചത്? ഷഹ്റു റമദാൻ എന്ന് തുടങ്ങുന്ന ആയത്ത് എന്തിനായിരിക്കും ശഅബാൻ മാസത്തിൽ അവതരിപ്പിച്ചത്? ഈ ശഅബാൻ എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ശഅബാൻ എന്ന വാക്കിന് എത്ര അർത്ഥമുണ്ട്? രണ്ടർത്ഥം. ഇത് ഞാൻ പറയിപ്പിക്കുന്നത് ഇടയ്ക്ക് വീട്ടിൽ ഞാൻ ചോദിക്കും. പറഞ്ഞതിലേക്ക് ഭയങ്കര നാണക്കേടാണ് എനിക്കെല്ലാം നിങ്ങൾക്ക്. അപ്പൊ ശഅബാൻ എന്ന വാക്കിന് എത്ര അർത്ഥമുണ്ട്? രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശിഅബ്, അതായത് താഴ്വര, മലകളുടെ ഇടയിലുള്ള താഴ്വരയ്ക്ക് താഴ്ന്ന ഭാഗത്തിന് ശിഅബ് അബീ താലിബ് കേട്ടിട്ടില്ലേ? നബിതങ്ങൾ മറ്റു ഉപരോധത്തിലായ സമയത്ത് പോയ ശിഅബ് താഴ്വര. അപ്പൊ നമ്മൾ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണാം, യഖഫലു നാസു ബൈന റജബിൻ വ റമദാൻ. റജബ് യുദ്ധം ഹറാമായ അല്ലാഹു പവിത്രമാക്കിയ മാസം, റമദാൻ ഏറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും ഉള്ള മാസം. ഇത് രണ്ടിന്റെയും ഇടയിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ഏത് ശഅബാൻ എന്ന് പറയുന്ന മാസം. ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം സൊലബുൽ മാ,
വെള്ളം തേടേണ്ട മാസം എന്ന് പറഞ്ഞാൽ ഈ റമദാൻ എന്ന വാക്കിൽ റമദ് എന്ന വാക്കിൽ നിന്നുണ്ടായത്. റമദാൻ എന്നത് റമദ് എന്ന വാക്കിൽ നിന്നുണ്ടായത്. റമദ് എന്ന് പറഞ്ഞാൽ കരിക്കുന്നത് എന്നാണ് അർത്ഥം. അതായത് റമദാൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഏപ്രിൽ മെയ് വേനൽക്കാലം എന്ന് പറയുമല്ലോ, എന്നതുപോലെ അറബ് നാട്ടിൽ വളരെയേറെ ശക്തമായ ചൂടുണ്ടാകുന്ന സമയമാണ് ഇത് റമദാൻ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളം കാണില്ല. ആ വെള്ളം ഈ റമദാനിൽ വെള്ളം ലഭിക്കാത്ത അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ അതിനു വേണ്ടി വെള്ളം സംഭരിച്ച് ആ ഒരു മാസത്തെ നേരിടാൻ മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ് ഏത് ശഅബാൻ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുത്തു കഴിഞ്ഞാലും റമദാൻ എന്ന മാസം നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ് ആ റമദാന് വേണ്ട മുന്നൊരുക്കം നടത്തേണ്ട മാസമാണ് ഏത് ശഅബാൻ. അങ്ങനെ ഒരു മുന്നൊരുക്കത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭാര്യ ഭർത്താവും കൂടെ പിണങ്ങി, വീട്ടിൽ രണ്ടുപേരും കൂടെ പിണങ്ങിയിട്ട് ഭാര്യ മിണ്ടിക്കാണ് ഞാൻ ഇപ്പൊ മിണ്ടിയാലും വരുന്നത്, വേണമെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഉണ്ടത്, പിന്നെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും. ഈ രണ്ടുപേരും ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മിണ്ടാൻ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ മതി. എന്താ സംഭവം? താലിങ്ങനെ രണ്ടുപേരും രണ്ടേക്കത്തേക്കാണ്, ഒരാൾ ഹോളില് ഒരാൾ അപ്പുറത്ത്. മിണ്ടൂല. ആ സമയത്താണ് ഫോൺ വരുന്നത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളെ കുറിച്ച് വലിയ മതിപ്പുള്ള ഒരാള് നമ്മളെ വീട്ടിലേക്ക്, ഒരു ഫാമിലി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ വീട്ടിലെത്തും. അടുത്ത പരിപാടി എന്തായിരിക്കും? വേണമെങ്കിൽ ഒന്ന് മിണ്ടട്ട് പറയും. ഭർത്താവ് എന്നിട്ട് പഴയ ഇന്നസെന്റിനെ അല്ല നിർത്തി ഭാര്യ എന്ത് ചെയ്യും? ഇതൊന്നും മനുഷ്യൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? KPSC എടുത്തേക്ക് പിടിക്കും. ശരിയോ തെറ്റോ? പ്രശ്നം അവിടെ തരും. എന്താ കാര്യം? പിണങ്ങിയിരുന്നല്ലേ? വേണമെങ്കിൽ ഒന്നും മിണ്ടട്ടെ എന്ന് പറഞ്ഞല്ലേ? ഇപ്പൊ എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നേ? അവര് വരുമ്പോ അവര് നമ്മുടെ വീട്ടിലെ അവസ്ഥ നെഗറ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ അവര് നമ്മളെ വിലയിരുത്തുന്നത് ആ ഒരു അർത്ഥത്തിലായിരിക്കും. റമദാൻ എന്ന മാസം വരുമ്പോഴേ തങ്ങൾ പറയുന്നതാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിന്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ അല്ലാഹു തആല ഇലൈഹി, അല്ലാഹു ഈ സമുദായത്തിലേക്ക് നിന്ന് നോക്കും. അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം. മൻ നദറല്ലാഹു തആല ഇലൈഹി, ഏതെങ്കിലും ഒരാളിലേക്ക് അല്ലാഹുവിന്റെ ആ തിരുനോട്ടം ഉണ്ടായാൽ ലം യുഅദ്ദിബുഹു അബദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സഹീഹായ ഹദീസാണ്, പിന്നെ അയാളെ നരകത്തിൽ അല്ലാഹു ഒരിക്കലും വിടില്ല. ആ നോട്ടം നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും അവസ്ഥ? അവസ്ഥ? 2 ഫഇന്നൽ മലായികത തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല, റമദാനിന്റെ എല്ലാ രാവിലും പകലിലും അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും. മുന്നൊരുക്കമില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും നമ്മുടെ വീഡിയോയൊക്കെ എടുത്ത് നോക്കുക. പെറ കണ്ടു, അടുത്ത പരിപാടി എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചോക്കെ. പെറ കണ്ടാൽ അടുത്ത പരിപാടി എന്തായിരിക്കും? സ്ത്രീകളൊക്കെ പെറ കണ്ടാൽ ഉടനെ ചെയ്ത പരിപാടി ഏതാ? പെട്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പറയും. എന്തായിരിക്കും അടുത്ത പരിപാടി? നേരെ മൊബൈൽ ഫോൺ എടുക്കും. എന്തിനാ? ആണോ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. മൊബൈൽ ഫോൺ എടുക്കും, എന്നിട്ട് വിളിക്കും, ഹലോ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ വരുമ്പോഴേ മുട്ട കൂടെ മേടിച്ചോണ്ട് വരണം 10. എന്തിനാ? മക്കൾക്ക് കൊടുക്കാൻ, രാവിലെ ഇടയത്താഴത്തിന് വേണ്ടി. ഫോൺ വെച്ചു. ശരി, വീണ്ടും വിളിക്കും, ഹലോ പിന്നെ വരുമ്പോഴേ ഒരു പാല് കൂടെ മേടിച്ചോളാം. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യമാവും. എന്തിനാ? നിങ്ങൾക്ക് ചായ പിടിക്കണമെങ്കിൽ. ഞാൻ ചായ പിടിക്കില്ല, ഞാൻ മുട്ട പൊരിച്ചും തിന്നില്ല, എല്ലാം നിങ്ങൾക്ക് എന്താ മക്കൾ. 3ാമതും വിളിക്കും. എന്താ കാര്യം? എന്താ പ്രശ്നം? മുട്ട 2 ദിവസം മുമ്പ് മേടിച്ചാൽ പറ്റൂലേ? പാലത്തിന് നേരത്തെ മേടിച്ചു വെച്ചാൽ പറ്റും. എന്താ പ്രശ്നം? നമ്മൾ ഇതൊക്കെ പെറ കണ്ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മളൊരു ഇയാളെ ഒരു 3-4 എണ്ണം വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പെറയൊന്നും നേരത്തെ ആയിക്കൂടായിരുന്നു. ആരുടെ കുറ്റം? പെറ കാണിച്ചവരുടെ കുറ്റം ആണോ? ആരുടെ കുറ്റം? നമ്മൾ നേരത്തെ ചെയ്യേണ്ട കാര്യം നേരത്തെ ചെയ്തില്ലെങ്കിൽ റമദാനിന്റെ 1-ന്റെ അന്ന് രാത്രി നിങ്ങൾ തറാവീഹിനൊന്നും പോകില്ല, 2 അടിയുള്ളൂ. റമദാൻ 1-ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, രാവിലെ ഇടയത്താഴം അധികം പേർക്ക് കിട്ടില്ല. ഭക്ഷണം എല്ലാം കൂടെ റെഡിയാക്കി വരുമ്പോൾ എന്ത് ചെയ്യും? മറ്റേ കാക്ക അവിടെ നിന്ന് അപ്പാന്ന് വിളിക്കും. എന്താ കാര്യം? എപ്പോഴാ വിളിക്കണേ അവര് നമുക്ക് അറിഞ്ഞിട്ടാം. പിന്നെ നോമ്പ് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ മുന്നൊരുക്കം എന്ന് പറയുന്നത് മറ്റേ നോട്ടം വരുന്ന സമയത്ത് അടികൂടി രാവിലെ ഇതുവാൻ എന്തായിരിക്കും അവസ്ഥ? ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് അത്യാവശ്യം നന്നായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. 1, ആർക്കാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നത്? ആർക്കാണ് നിർബന്ധമാകുന്നത്? ആർക്കൊക്കെ നിർബന്ധമാകും? ആർക്കൊക്കെ? അള്ളാഹ് ഇപ്പോഴാണ് ആലോചിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇനി വരാൻ കിടക്കുന്നേ. ഓക്കെ, ആർക്കൊക്കെയാ? ശ്രദ്ധിക്കുക. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും നോമ്പും പിടിക്കാനുള്ള കഴിവുമുള്ള
എല്ലാവർക്കും റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത് പറഞ്ഞാൽ പ്രായപൂർത്തി ഉണ്ടാവുക. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സാണ്? പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ നോർമലി 15 വയസ്സാണ് ഇസ്ലാമിക ദൃഷ്ടിയ. ഇന്ത്യയിലെ 18, അതല്ല 15ആണ്. അല്ലായെങ്കിൽ എന്ത് ചെയ്യുക? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ സ്ഖലനത്തിൽ സംഭവിക്കില്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പീരീഡ്സ് ആരംഭിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രായപൂർത്തി എന്ന് പറയുന്നത്. അതിന്റെ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് നിർബന്ധമായി? വ്രത അനുഷ്ഠാനം നിർബന്ധമായി. അപ്പൊ പ്രായപൂർത്തി ഇല്ല അവർക്കോ? 15 വയസ്സ് താഴെയുള്ള കുട്ടികളില്ലേ, അവർക്കോ? മാതാപിതാക്കളുടെ ബാധ്യതയാണ് 7 വയസ്സുണ്ടാവുകയും നോമ്പ് പിടിക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കാൻ മക്കളെ നോമ്പ് പിടിക്കണം കേട്ടോ, വലിയ പ്രതിഫലമാണെന്ന് പറയും. 10 വയസ്സായി നോമ്പ് പിടിക്കുന്നില്ലെങ്കിൽ പിടിയടാ എന്ന് കർക്കശമായി പറഞ്ഞ് അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ, ചില ഉമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. മോക്ക് 21 വയസ്സായി 2 നോമ്പ് പിടിക്കുമ്പോ എന്റെ കൊച്ചിന്റെ മുഖം അങ്ങ് ചൊട്ടിപ്പോയി. സമ്മതിക്കാൻ പറ്റുമോ? സമ്മതിക്കാൻ പറ്റുമോ? ഇവിടെ ചിലർക്ക് സമ്മതിക്കത്തിന് പാടായിട്ടുണ്ട്. അങ്ങനെ നോക്കരുത്. ഇച്ചിരി മുഖമൊക്കെ ചൊട്ടണം. ഇന്നും അങ്ങനെയുണ്ട്. എന്ത് ചെയ്യാ? 21ഉം 18ഉം ഒക്കെ ആയ മക്കളെ കൊണ്ട് നോമ്പ് പിടിച്ചാർക്കോ എന്റെ മക്കള്. പിന്നെ എങ്ങനെ മക്കൾക്ക് തീരുണ്ടാവും? ഈ ഒരു ചെറിയ ത്യാഗത്തിന് പോലും നിങ്ങൾ നിങ്ങളുടെ മക്കളെ പരിശീലിപ്പിക്കുന്നില്ലെങ്കിൽ എല്ലാ കാലവും നിങ്ങൾ ഉണ്ടാവും. അവർ സ്വയം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തരണം ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിൽ അവർ തകർന്നു പോകും. അത് നമ്മൾ മനസ്സിലാക്കില്ല. ഇനി ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെന്ത് ചെയ്യും? രാവിലെ നമ്മൾ ഇടയത്താഴത്തിന് ഉണരുമ്പോൾ കൃത്യമായിട്ട് അവർ എഴുന്നേറ്റ് പോകും. മക്കൾ നോമ്പ് പിടിക്കുന്നോ രാവിലെ എന്ത് ചെയ്യും? കാരണം രാവിലെ കുരിച്ചത് തന്ന മണമടിച്ച് നമ്മളായിട്ട് വെച്ച് പോകൂലേ, അങ്ങനെ എന്ത് ചെയ്യും? എഴുന്നേക്കും. ഈ എഴുന്നേറ്റ് ഇവര് നമ്മളെ കൂടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യും? ഒരു മീനൊക്കെ പിടിച്ചു ചായ കുടിച്ചിട്ട് ഞാൻ നോമ്പാണെന്ന് പറയും. നമ്മൾ ശരിക്കും നോമ്പാണ്. രാവിലെ 10 മണിയാകുമ്പോൾ എന്ത് പറയും? ചെറുതായി ചിക്കനും കിട്ടാം പറയും. അപ്പൊ എന്ത് ചെയ്യണം? എന്തു ചെയ്യണം? നോമ്പ് പിടിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കും. അവർക്ക് എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല, എന്നാൽ അവർ ഭക്ഷണം കഴിച്ചോട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ഞാൻ നോമ്പാണ് കേട്ടാന്ന് പറയും. ഒരു ഉച്ച 1 മണിയാകുമ്പോൾ എന്ത് പറയും? വീണ്ടും എന്തോ ചെറിയ പ്രശ്നമുണ്ട് നോമ്പിനെന്ന് പറയും. അവര് കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരം ആദ്യം നോമ്പ് തുറക്കാൻ വന്നിരിക്കുന്ന ആരായിരിക്കും? അവരായിരിക്കും. ഇങ്ങടാ നോമ്പ് തുറക്കാൻ വന്നിരിക്കും പറയരുത്. പിന്നെ അവരെന്ത് ചെയ്യൂല? ഈ പിടിക്കണമെങ്കിലും പിടിക്കില്ല. മനസ്സിലായോ? അപ്പൊ രാവിലെ 10 മണി വരെ അത്ര മതി അവർക്ക് നോമ്പ്. അത്രയേ ഉള്ളൂ. 5 വയസ്സ് താഴെയാണെന്ന് പറയുന്നല്ലോ. ഇനി ഉച്ച വരെ നിന്നും അൽഹംദുലില്ലാ, 4 മണി വരെ നിന്നും സുമ്മ അൽഹംദുലില്ലാ, നോമ്പ് തുറക്കുന്നത് വരെ നിന്നാൽ വലിയ അൽഹംദുലില്ലാ. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പൊ കൊച്ചു കുട്ടികളെ എന്ത് ചെയ്യരുത്? നിരുത്സാഹപ്പെടുത്തരുത്. അവരെ എന്ത് ചെയ്യുക? അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ പിടിക്കട്ടെ, കളിയാക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യൂല? അവര് നോമ്പിനോടുള്ള ഇഷ്ടവും താല്പര്യവും നഷ്ടപ്പെട്ടു പോകുന്നവരായിട്ട് മാറിപ്പോകും. അപ്പൊ ഒന്നാമത് പറഞ്ഞേതാ? പ്രായപൂർത്തി ഉണ്ടാവുക. 2 ബുദ്ധി ഉണ്ടാവുക. ഭ്രാന്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്തില്ല, നിർബന്ധമില്ല, നമ്മുടെ ചർച്ചയല്ല. മൂന്നാമത് പറഞ്ഞേതാ? ശുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധിക്കാരി ആകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നോമ്പിന്റെ പകലിൽ നിങ്ങൾ നോക്കുക, സുബഹി ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഒരാൾ ഉണർന്നു, അയാൾ ജനാപത്തുകാരനാണ്, നമ്മുടെ അയാൾക്ക് നോമ്പുണ്ടോ? അയാൾക്ക് എന്ത് ചെയ്താൽ മതി? കുളിച്ച് അയാൾക്ക് നോമ്പ് പിടിക്കാം, പ്രശ്നമില്ല. ഓക്കെ, ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി കാണിക്കും. ഞാൻ ആ വിഷയം പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, അങ്ങനെ പോയാൽ കാരണം ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുകയും അവസാനം ചോദിക്കാന്ന് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യും? ഈ സംശയം ചിലപ്പോൾ മറന്നു പോകും. അപ്പൊ അത് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ ഉയർത്തി കാണിക്കുക. ഞാൻ നിങ്ങൾക്ക് അവസരം തരും, ആ സമയത്ത് നിങ്ങൾക്ക് അത് ചോദിക്കാം. ഓക്കെ, അതുകൂടെ ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ ഒരല്പ സ്പീഡിൽ പോവുക. അപ്പൊ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജനാമത്തുകാരിയായി സുബഹിയുടെ സമയത്ത് ഉണർന്നാലും അവർക്ക് എന്ത് ചെയ്യാം? നോമ്പ് പിടിക്കാവുന്നതാണ്. കുളിച്ച് എന്ത് ചെയ്യാം? നോമ്പ് പിടിച്ചാൽ മതി. ഇനി പീരീഡ്സിന്റെ സമയം സ്വാഭാവികമായിട്ടും വരും. നോക്കുക, ഒരു ദിവസം ഉച്ചയായപ്പോ പീരീഡ്സിന്റെ അടയാളങ്ങൾ കണ്ടു, എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നീട് നോമ്പുകാരായിട്ട് തുടരാൻ പാടില്ല. നോർമലി എത്ര ദിവസമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ദിവസമാണെന്ന് ബുദ്ധിമുട്ട് വരുന്ന വളരെ റയർ ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇന്ന് പ്രഭാതത്തിൽ വന്നു, അടയാളം ഒന്നുമില്ല, നോമ്പ് പിടിക്കാൻ ശ്രമിക്കാം. ഉച്ചയായപ്പോൾ അടയാളങ്ങൾ കണ്ടു, ആ നോമ്പിനെ ഒഴിവാക്കും. സ്വതവേ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടാൽ 3 കാര്യങ്ങളാണ് നമുക്ക് നിർബന്ധമാകുന്നത്. ഒന്ന് ഇംസാക്ക്, നോമ്പ് നഷ്ടപ്പെട്ടവൻ നോമ്പുകാരനെ പോലെ എന്ത് ചെയ്യണം? നോമ്പ് മുറിക്കുന്ന സമയം വരെ, അസ്തമയം വരെ കഴിയണം. രണ്ടാമത്തത് ഒന്ന് ഇംസാക്ക്, 2
ഖദാഅ്, ഈ നോമ്പ് പിന്നീട് എന്ത് ചെയ്യണം? ഖദാഅ് വീട്ടണം. മൂന്നാമത്തത് കഫാറത്ത്, പ്രായശ്ചിത്തം കൊടുക്കണം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നോമ്പിന് പീരീഡ്സ് ആയ ഒരു പെണ്ണ് അവൾ പിന്നീട് എന്ത് ചെയ്യണം? ഖദാ വീട്ടണം. പക്ഷെ നോമ്പ് കാലം പോലെ കഴിയണം പാടില്ല എന്നുള്ളത്. അതായത് മാസമുറയുടെ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്യാൻ പാടില്ല? ഭർത്താവ് നോമ്പാണ് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ, വെള്ളം കുടിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് വെള്ളം കുടിക്കാതിരിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. എന്താ കാര്യം? ആ സമയത്ത് അവർ എന്ത് ചെയ്യണം? ശരിക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പൊ ഭർത്താവ് വീട്ടിലുണ്ടല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭർത്താവോ, ആ ഭാര്യ ഭക്ഷണം കഴിക്കുമ്പോൾ നോമ്പുകാരനായ ഭർത്താവ് ഭാര്യയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുത്താൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആരോഗ്യ ഈ പീരീഡ്സിന്റെ ഒക്കെ സമയമാകുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്ന സ്ത്രീകളുണ്ട്. ഞാൻ നോമ്പുകാരനാണ്, അവൾ എന്തോ ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണോ? അല്ല, അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് കൊടുക്കണം. ആര് ചെയ്ത് കൊടുക്കണം? ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഒന്ന് കൈവക്കിക്ക്. അതില്ലേ, ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോ ഇപ്പോഴല്ല, വിവാഹത്തിന് എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഒന്ന് കൈവക്കിക്ക്. ഭർത്താവിന് അസുഖം വന്നപ്പോ ഞാൻ ഗുളിക എടുത്തത് കണ്ടിട്ട് തിന്നോ എന്നല്ല, കൂടെ ഇരുന്ന് വേദന എവിടാന്നുള്ളത് എന്നൊക്കെ ചോദിച്ച് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തവർ. ഒന്ന് കൈവക്കിക്ക്. നിങ്ങളൊന്ന് നോക്കി വെച്ചോളെ, ബാക്കി വീട്ടിൽ പോയി. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഈ പറഞ്ഞു ഇനി രണ്ടാമത് ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രസവിച്ച സ്ത്രീകളാണ്. ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ 40 അല്ലെങ്കിൽ 2 മാസം എത്രയാണോ അത്രയും ദിവസം നോമ്പ് പിടിക്കാനേ പാടില്ല. നോമ്പ് പിന്നീട് ഖദാ വീട്ടുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നോമ്പുകാരെ പോലെ കഴിയില്ല. അതിനാണ് ഇൻസാക്ക് എന്ന് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. വീട്ടിൽ എല്ലാവരും നോമ്പ്, അതുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കുക പാടില്ല എന്നാണ്. വെള്ളം നിർബന്ധമായി കുടിച്ചിരിക്കണമെന്നാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രോഗിയാവും, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക. ഇനി ചില ശ്രദ്ധിക്കണേ, ഈ വർഷം നോക്കുക, പ്രസവവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയിലായിരുന്നു നോമ്പ് പിടിക്കാൻ പറ്റി. ഈ നോമ്പ് എപ്പോ പിടിക്കണം? അടുത്ത റമദാൻ വരുന്നതിന് മുൻപ് പിടിക്കണം. ശ്രദ്ധിച്ചോളണേ, അടുത്ത റമദാൻ വരുന്നത് വരെ കുഞ്ഞിന് പാല് കൊടുക്കുക. അങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നോമ്പ് പിടിച്ചാൽ ശരീരം ചൂടാകും. ശരീരം ചൂടായാൽ പാല് കുടിക്കുന്ന കുഞ്ഞിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു. ഈ റമദാൻ ആയപ്പോഴും ഇതിന്റെ പ്രശ്നം. അടുത്ത റമദാനിലേക്ക് പോയപ്പോ അടുത്ത കുട്ടിയായി. ഇതിനിടയിൽ നോമ്പ് പിടിക്കുന്നത് നടക്കില്ല. നടക്കുന്ന കാര്യമാണോ അല്ലേ? വിവാഹത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഒരു വർഷത്തെ നോമ്പ് പോയി, രണ്ടാമത്തെ വർഷത്തെ കുട്ടിക്ക് വേണ്ടി പോയി, മൂന്നാമത്തെ വർഷം വയറ്റിലുള്ള കുട്ടിക്ക് വേണ്ടി പോയി. എന്ത് ചെയ്യാൻ കഴിയും? എന്ത് ചെയ്യും? പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അടുത്ത റമദാന് മുൻപ് അല്ലെങ്കിൽ ഈ റമദാനിൽ നോമ്പ് പിടിക്കാൻ കഴിയില്ല. ഒരു നോമ്പിന് പകരം ഒരു സാധുവിന് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം. അതിന് 30 നോമ്പിന് 30 നേരം ഒരു സാധുവിന് ഭക്ഷണം കഴിക്കാൻ എന്ത് വേണം? ഒരു സമയം നമ്മളിവിടെ ചോറാണല്ലോ അല്ലേ? കുറച്ചാളൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മന്തിയാവും. മന്തി അരി കൊടുക്കേണ്ടി വരും. ഇപ്പോഴാകുമ്പോൾ സാധാരണ കൊടുത്താൽ മതി, റേഷൻ ഇരുന്ന് കൊടുക്കരുതല്ല. ഓക്കെ, അപ്പൊ ചുരുക്കത്തിൽ ഒരു നേരം കഴിക്കാൻ എത്ര അരി വേണം? 250 പോരെ. അങ്ങനെയാണെങ്കിൽ 4 ദിവസത്തേക്ക് എത്ര മതി? 1 കിലോ മതി. 30 ദിവസത്തേക്കോ 7.5 കിലോ ആയി. അതിന് വേണ്ട സാധനങ്ങൾ എല്ലാം കൂടെ എത്ര രൂപ? 1000-1500 രൂപയ്ക്കകത്ത് ഇത് വാങ്ങി ഒരു സാധുവിന് കൊടുത്താൽ എന്തായി? നോമ്പിന്റെ കടം വീട്ടി. മനസ്സിലായോ? ഇത് ചെയ്തില്ലെങ്കിലോ ഈ നോമ്പിന്റെ കടം അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നോമ്പിന്റെ കടമുണ്ട്, ഇപ്പൊ തന്നെ പിടിച്ചു വീട്ടുക. ഈ പിടിച്ചു വീട്ടുന്നതിന് പ്രയാസമുണ്ട്. എന്നാൽ എന്ത് ചെയ്യുക? ഈ ഫിദിയ അടുത്ത നോമ്പിന് മുമ്പ് നമ്മൾ കൊടുത്തു തീർക്കുക. പിടികിട്ടിയോ? ആ പറഞ്ഞ മനസ്സിലായോ? ഇനി അടുത്ത് പറഞ്ഞത് നോമ്പ് പിടിക്കാനുള്ള കഴിവുണ്ടാവുക. പ്രധാനമായിട്ടും 2 വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന്, ഒരാൾ നല്ല പ്രായമായി, ഇനിയിപ്പോ നോമ്പ് കൂടെ പിടിക്കാനെങ്കിൽ ചെയ്യും, വലിയ താമസമൊന്നും ഉണ്ടാവില്ല, റമദാനിൽ തന്നെ പോകാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ അത് കിടപ്പായി പോകും. നടക്കുന്ന ആൾ കിടന്നു പോയാലുള്ള ബുദ്ധിമുട്ട് അപ്പോഴേ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ഇനി ഒരാൾ അസുഖമാണ്, നോമ്പ് പിടിച്ചാൽ അയാളുടെ രോഗം കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ഇനി ഒരാൾ എന്ത് ചെയ്യാം? കണ്ടിന്യൂ രോഗിയായിട്ടുള്ള ഒരാളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മരുന്നും ചികിത്സയും മറ്റുമായിട്ട് പോകുന്നതിന്റെ ഇടയിൽ നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത് എന്തല്ല, സാധിക്കുന്ന കാര്യമല്ല. അയാൾക്കും എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. ഇവർക്കൊക്കെ എന്താ ചെയ്യാൻ കഴിയുക? അസുഖം മാറിയാൽ
നോമ്പ് പിടിക്കുക. അസുഖം മാറുന്ന പ്രതീക്ഷയില്ല എന്നാൽ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ ഫിദിയ നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കുക, ആ ബാധ്യത തീർക്കുക. ഇത്രയും പറഞ്ഞ മനസ്സിലായോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത യാത്രയാണ്. ഒരാൾ യാത്ര ചെയ്യുകയാണ്, അയാൾക്ക് നോമ്പ് പിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി നോമ്പ് പിടിക്കൽ ബുദ്ധിമുട്ടാണ് എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? നോമ്പ് ഒഴിവാക്കാം. യാത്രയിലാണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ എന്ത് ചെയ്താൽ മതി? അടുത്ത റമദാന് മുൻപ് പിടിച്ച് വീട്ടിയാൽ മാത്രം മതിയാകും. ഓക്കെ, അപ്പൊ ആരാണ് നോമ്പ് പിടിക്കേണ്ടത്? അത് ക്ലിയർ ആയില്ലേ? ഇനി നോമ്പിന് നിർബന്ധമായ കാര്യങ്ങൾ ഏതൊക്കെയാണ്? 2 കാര്യങ്ങളാണ് നോമ്പിൽ വ്രതാനുഷ്ഠാനത്തിൽ നിർബന്ധം. ഒന്ന്, രാത്രിയിൽ നിയത്ത് ചെയ്യുക. നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പള്ളിയിൽ എന്ത് ചെയ്യുക? അങ്ങനെ പറയുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മനസ്സിന്റെ കരുതലാണ്. ആ കരുതൽ എപ്പോ ചെയ്യണം? രാത്രിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ എപ്പോ മുതൽ വരെ? മഗ്‌രിബ് ബാങ്ക് കേട്ടത് മുതൽ സുബഹി ബാങ്ക് കേൾക്കുന്നത് വരെയുള്ള സമയത്തിന്റെ ഇടയിൽ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? നിയത്ത് ചെയ്യാം. മഗ്‌രിബിന് ശേഷം ഇശാന് മുമ്പ് നിയത്ത് ചെയ്യാമോ? പാടില്ലേ? കുറെ പ്രശ്നങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ആ സമയത്ത് നിയത്താവൂല. അങ്ങനെ ഉണ്ടോ? ഇല്ല. മഗ്‌രിബിന് ശേഷം എന്ത് ചെയ്യാം? നിയത്ത് ചെയ്യാം. ഇശാഇന് ശേഷം നിയത്ത് ചെയ്യാം. തറാവീഹിന് മുൻപ് ചെയ്യാം. തറാവീഹിന് ശേഷം ചെയ്യാം. സുബഹി ബാങ്ക് കേൾക്കുന്നതിന് മുൻപ് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? നിയത്ത് ചെയ്യാം. നിയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇന്നത്തെ നോമ്പിനെ ഞാൻ പിടിക്കുന്നു, അല്ലെങ്കിൽ നാളത്തെ നോമ്പിനെ രാത്രി 12 മണിക്ക് മുൻപാണെങ്കിൽ നാളത്തെ നോമ്പ്, 12 മണിക്ക് ശേഷമാണെങ്കിൽ ഇന്നത്തെ നോമ്പിനെ ഞാൻ പിടിച്ചു വിട്ടുന്നു എന്ന്, അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക. മറ്റേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ടെക്സ്റ്റൈൽസ്, ജ്വല്ലറിയിലേക്കാണ് ചിലർ അതിനെ എടുത്ത് വെച്ചിട്ട് രാവിലെ സുബഹിക്ക് മുമ്പ് ഇടത്താണ് വിളിച്ചിട്ട് നാളത്തെ നോമ്പിന് നിയത്ത് ചെയ്യും. നാളത്തെ നോമ്പോ ഇന്നത്തെ നോമ്പോ? ഇന്നത്തെ നോമ്പാണ്, തെറ്റിപ്പോകരുത്. ഇനി വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. അഥവാ മറന്നുപോയാലോ? അന്ന് മുഴുവൻ നോമ്പുകാരനെ പോലെ കഴിയുകയും വേണം, പിന്നീട് തലാഖിട്ട് വേണം. ഏറ്റവും എളുപ്പം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. റമദാനിന്റെ 1ാമത്തെ ദിവസത്തിന്റെ രാവിലെ തന്നെ 30 ദിവസത്തേക്കും വേണ്ടി നിയത്ത് ചെയ്യുക. എങ്ങാനും മറന്നുപോയാലും എന്തില്ല? പ്രശ്നം ഇല്ല. ഈ വിഷയത്തിൽ നമുക്ക് ആരും കൂടെ കൂടാം? ഇമാം മാലിക്കിനോടൊപ്പം കൂടാം. ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക. നിയത്ത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് 2, അൽ മുഫത്തിറാത്ത്, അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്. നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവായി നിൽക്കുക. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെടും? ഏതൊക്കെ കാര്യങ്ങളുണ്ട്? 1, പോയാ ഇല്ലേ? 1, ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഏതെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. തുറക്കപ്പെട്ട ദ്വാരങ്ങൾ ഏതൊക്കെയാണ്? മൂക്കുണ്ട്. മൂക്കിലൂടെ വെള്ളം ഉള്ളിലേക്ക് കയറിയാൽ നോമ്പ് പോയി. അപ്പൊ പൊതുവിന് എന്ത് ചെയ്യാം? വെള്ളം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ മൂക്കിന്റെ ഒരു എല്ലില്ലേ, മൂക്കിന്റെ പാലം എന്ന് പറയും, ഇതിന്റെ താഴെ വരെ വെള്ളം വരുന്നോണ്ട് കുഴപ്പമില്ല. ഇതിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യരുത്? കയറരുത്. ഈ നോമ്പ് കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മൂക്കിലൊക്കെ എന്ത് ചെയ്യാം? ഇങ്ങനെ വിരലെടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തില്ല, ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇങ്ങനെ വിരലൊക്കെ എടുത്ത് കളഞ്ഞു, നോമ്പ് അറിയില്ല. പക്ഷെ ഈ മൂക്കിന്റെ പാലത്തിന്റെ ഉള്ളിലോട്ട് പോയാലോ നോമ്പിനെ ബാധിക്കും. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ 1 മൂക്ക്. 2ാമത്തെ ഏതാ? ചെവി എന്ന് പറയുന്നത് നമ്മൾ ഈ വിരൽ ഇങ്ങനെ തൊട്ടാൽ എത്തുന്ന സ്ഥലം ഉണ്ടല്ലോ, അതുവരെയാണ് പുറം ഭാഗം. അതിന്റെ ഉള്ളിലോട്ടോ ഭാഗമാണ്. റമദാനിന്റെ പകരം ബഡ്സ് എടുത്ത് ഉള്ളിലിട്ടാലോ നോമ്പ് മുറിയും. എന്നാൽ ബഡ്സ് എടുത്ത് ഭയങ്കര ചെവി എന്ത് ചെയ്യാൻ ചൊറിയുന്നു, ബഡ്സ് പുറത്തിട്ട് ഇതാക്കി എന്നിട്ട് നോമ്പ് മുറിയും. ഇല്ല, നമ്മൾ ഈ വിരല് വെക്കുമ്പോൾ എങ്ങ് വരെ എത്തുമോ അത്രയും ഭാഗമാണ് പുറം ഭാഗം. ആ ഭാഗത്ത് ബഡ്സ് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ കൈയൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ചിട്ട് കുലിക്കുക എന്നതുകൊണ്ട് നോമ്പ് ബാധിക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലോട്ട് പോയാലോ അത് നോമ്പിനെ ബാധിക്കുന്ന വിഷയമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി 3ാമത്തെ വായ് നമുക്ക് പറയേണ്ടതില്ല. 4ാമത്തെ എന്ത് ചെയ്യാം? മുൻപിൻ ദ്വാരങ്ങൾ. എന്ത് വസ്തു ഉള്ളിലേക്ക് പ്രവേശിച്ചാലും എന്ത് സംഭവിക്കും? നോമ്പ് ബാധിലാവും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇഞ്ചക്ഷൻ എടുത്താലോ നോമ്പ് കുറയും. അങ്ങനെ ആലോചിക്കും. ഇത് ഇങ്ങനെ ചില നിയമങ്ങൾ ഉണ്ട്. ചുമ്മാ ഞാൻ വന്നിട്ട് ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് പോയോണ്ടായോ? നോമ്പ് ക്ലിയർ ആവട്ടെ. എത്രയോ വ്രതം അനുഷ്ഠിക്കുന്നവരാണ്, അവർക്ക് വ്രത അനുഷ്ഠാനം കൊണ്ട് വിശപ്പ് സഹിക്കലല്ലാതെ വേറൊന്നുമില്ല. എന്താ കാരണം? ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് തുറക്കപ്പെട്ട ദ്വാരമാണോ?
അല്ല, അതുകൊണ്ട് നോമ്പ് ബാത്തിലാവില്ല. ഇനി നോമ്പിന് അസുഖക്കാരനായ ഒരാൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു, നോമ്പ് പറയും? ഇല്ല. എന്തുകൊണ്ട് നോമ്പ് പറയൂല? തുറക്കപ്പെട്ട ദ്വാരമല്ല എന്നതുകൊണ്ട് നോമ്പ് പറയില്ല. എന്നാ പിന്നെ നോമ്പിന്റെ എല്ലാ ദിവസവും പോയി ഇച്ചിരി ഗ്ലൂക്കോസ് കയറ്റി കളയാം എന്ന് വിചാരിക്കും. ഉഡായിപ്പ് നോമ്പിലോട്ട് നമ്മൾ പോവുകയും ചെയ്യരുത്. ഈ വിഷയം മനസ്സിലായോ? ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഒന്നാമത് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ എന്തെങ്കിലും ഒരു വസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കുക. 2, ശാരീരിക ബന്ധമാണ്. വിശദീകരിക്കേണ്ടല്ലോ. അവിടെ നോമ്പിന്റെ പകലിൽ ശാരീരിക ബന്ധം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ പറയുന്ന ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണമെന്നാണ്. നോമ്പിനെ കൊണ്ടൊന്ന് കല്യാണം നടത്തരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനുഷ്യനാണ്, വലിയ അപകടങ്ങളിലേക്ക് ചെന്നെത്തും. അല്ലായെങ്കിൽ 60 സാധുവിന് ഭക്ഷണം കൊടുക്കണമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം നന്നായി ശ്രദ്ധിക്കുക. മൂന്നാമത്തത് എന്ത് ചെയ്യുക? മുഷ്ടിമൈന്യമാണ്. അത് അധികം പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും നോമ്പിനെ ബാത്തിലാക്കുന്നതാണ്. 4മത്തത് ഛർദിൽ നമ്മൾ ഉണ്ടാക്കുക. എക്സാമ്പിൾ, രാവിലെ ഭക്ഷണം കഴിച്ചു, ഇടയത്താഴ്, പക്ഷെ നമ്മളങ്ങനെ കഴിക്കുന്നതല്ലല്ലോ, വയറ്റിനാകെ പ്രശ്നമായി, ഛർദിച്ചു, നോമ്പ് മുറിയും? ഇല്ല. എന്നാൽ രാവിലെ പോയിട്ട് എന്ത് ചെയ്തു? വായിക്കകത്ത് വിരലെടുത്തു, ഛർദിച്ചു, എന്നാൽ എന്താവും? ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്? വായിക്കകത്ത് വിരളൊന്നും ഇടരുത്. സമയമുണ്ട്, അപ്പൊ പറയും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ വിഷയം നന്നായി ശ്രദ്ധിക്കുക. ഛർദിൽ നമ്മുടെ പ്രവൃത്തി കാരണമായിട്ടുണ്ടായി, നോമ്പ് മുറിയും. ഇനി അല്ലാതെയാണെങ്കിലോ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നുപോയി, അത് നമ്മുടെ കയ്യിലല്ല. ഇനി നോക്കണേ, നോമ്പിന്റെ പകല് ഒരാള് നോമ്പാണെന്നുള്ളതൊക്കെ മറന്നുപോയി, രാവിലെ എന്ന് സുബഹി കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പുറത്തെ കടയിൽ ഒരു ചായ മേടിച്ച് കുടിക്കും. സാധാരണ ഒരു ചായ മേടിച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് നോമ്പ്. നോമ്പ് മുറിയൂലേ? നോമ്പ് മുറിയൂലേ? മുറിയൂല. എന്താ കാരണം? മറന്നിട്ട് സംഭവിച്ചാൽ നോമ്പ് മുറിയൂല. അറിഞ്ഞുകൊണ്ട് മറക്കുകയും വേണ്ട. ഓക്കെ. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക? സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. എന്ത് ചെയ്യുക? പീരീഡ്സ്, പ്രസവ ശുശ്രൂഷ. നമ്മൾ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ പറയേണ്ടതില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നോക്കുക, നോമ്പിന്റെ നിറ കണ്ടു എന്നറിഞ്ഞു. ആദ്യം നമുക്ക് വരുന്നത് ഏതാ? സുന്നത്തായ കാര്യങ്ങളിൽ തറാവീഹ് നമസ്കാരമാണ്. തറാവീഹ് നമസ്കാരം എങ്ങനെ നമസ്കരിക്കണം? എത്ര റക്അത്ത് നമസ്കരിക്കണം? 20 നിസ്കരിക്കണോ? 8 നിസ്കരിക്കണം? എത്ര നിസ്കരിക്കണം? ഇതെന്നടിയുണ്ടാവും. എത്ര നിസ്കരിക്കണം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, നിങ്ങൾ എത്ര നിസ്കരിക്കുന്നു എന്നുള്ളതല്ല, എത്ര നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സമയം കൊടുത്ത് ഭക്തിയോടെ നിസ്കരിക്കുന്നു, അതിനാ പ്രാധാന്യം. ഇന്നത്തെ തറാവീഹ് നമസ്കാരങ്ങളിലേക്ക് ഒരു അവസ്ഥയുണ്ടല്ലോ, 20 റക്അത്ത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു നിന്നിട്ട് എന്ത് ചെയ്യുക? മറ്റേ ആംബുലൻസ് പോകുന്നവരാണ് ഈ ഓരോ റക്അത്ത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പാതിയാക്കി ഇങ്ങനെ കടകടകടാന്ന് പറഞ്ഞു പോകും. ബാക്കിരിക്കുന്നവര് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഇങ്ങനെ അവിടെ എന്ത് ചെയ്യും? സുഹൃത്ത് തപ്പെന്ന് പറഞ്ഞു തീരും. ഉറുദുവിലൊക്കെ ഇവർ എന്താണ് പറയുന്നത് എനിക്ക് ഉറുദുവിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അദീം 3 പ്രാവശ്യം പറയണ്ടേ? സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം. ഇമാം സുജൂദിൽ എത്തിയിട്ടുണ്ടോ? അപ്പൊ ഇമാം എന്ത് പറഞ്ഞു, മാമൂം എന്ത് പറഞ്ഞു? അങ്ങനെ അനുസരിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ അനുസരിച്ച് ഒരു കാര്യമില്ല. ഉള്ളതുപോലെ പറയാം. അങ്ങനെ നമസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ശരി 8ന്റെ ആൾക്കാരുണ്ട്, സ്നേഹം കൊണ്ട് പറയാം 8 3 പക്ഷെ എന്ത് ചെയ്യണം? 8:30 തുടങ്ങി 9:30 മുമ്പ് ഇശാ തീരണം, ഇശാന്റെ സുന്നത്ത് തീരണം, 8 റക്അത്ത്, പിന്നെ 3, അതിന്റെ കൂടെ ഒരു പ്രഭാഷണം കൂടെ വേണം. ഇതെല്ലാം 1 മണിക്കൂറിനകത്ത്. ഏതുപോലെ ഓംപ്ലേറ്റ് അടിക്കുന്ന കണക്കാണ്. എല്ലാം കൂടെ എന്ത് ചെയ്യണം? ഇമാം ഒരു അടി അടിച്ച് ചട്ടിയിലോട്ട് ഒഴിച്ച് ചെയ്യണം, തിരിച്ച് മറച്ചങ്ങ് കൊടുത്താൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ആ നിസ്കാരങ്ങൾക്ക് കാര്യമില്ല. ആ നിസ്കാരങ്ങൾക്ക് ഒരു കാര്യമല്ല. നിങ്ങൾ എന്തിനാ പോകുന്നത്? ഇത് സക്കീനത്ത് വെക്കാം. അത് ഫർദൊന്നും അല്ലല്ലോ, സുന്നത്തല്ലേ. അപ്പോഴാണ് ചില ആൾക്കാർ പറഞ്ഞത്, സ്ത്രീകളില്ലേ, കുട്ടികളില്ലേ, ഇത് ഫർദ് നമസ്കാരമാണോ? ഇല്ല. നിന്ന് സാവധാനം ഖുർആൻ ഓതി. എന്തിനാ ഖുർആൻ ഓതാൻ പറയുന്നത്? അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്തിനാ? സാവധാനം നിന്ന് റുക്കുവിൽ പോയി, റുക്കുവിൽ ചൊല്ലേണ്ടത് ചൊല്ലി, സുജൂദിൽ പോയി സമാധാനത്തോടെ ചൊല്ലി, ഇത് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കുമ്പോഴാണ് അതിന് പ്രതിഫലം ഉണ്ടാവും. ഇത് അങ്ങോട്ട് എന്ത് ചെയ്യുക? ഇമാമിന്റെ ബാക്കിലേ നിൽക്കുള്ളൂ. എന്നിട്ടോ അരമണിക്കൂറിനകത്ത് എല്ലാം ചെയ്യണം. മറ്റേ ഓംപ്ലേറ്റ് അടിക്കും ഇങ്ങനെ കഴിച്ച് കൊടുക്കാൻ വേണം. ഇവന്റെ നമസ്കാരം പോയി. ഈ നമുക്ക് 2 റക്അത്തേ പറ്റുള്ളൂ, മതിയപ്പ, അത് നമസ്കരിച്ചിട്ട് വെക്കോ, നിങ്ങൾ ആരും കുറ്റം പറയൂലല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാം? സ്പീഡിന് ഇത് എന്റെ നിസ്കാരവും ഇല്ലാതാക്കും, വ്യാഖ്യാനിക്കുന്ന എല്ലാവരുടെയും നിസ്കാരം ഇല്ലാതാക്കും, ഇമാമിനെ മര്യാദ നിസ്കരിക്കാൻ സമ്മതിക്കില്ല. അതിന്റെ ആവശ്യമുണ്ടോ? നന്നായിട്ട് ആലോചിക്കുക. നമ്മൾ ചെയ്യുന്നത് വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ 2 റക്അത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. അതിന് കഴിയുമെങ്കിൽ മാത്രം നിസ്കരിക്കുക. ചെയ്യുന്നത് ആത്മാർത്ഥമായി നന്നായി ചെയ്യുക. കാട്ടിക്കൂട്ടരുത്. അത് വലിയ ശിക്ഷയുള്ള കാര്യമാണെന്നുള്ളത് നന്നായിട്ട് ഓർമ്മിക്കുക. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഏതാണ്? ഇടയത്താഴം കഴിക്കലാണ്.
ഇടയത്താഴം, സഹർ പലരും ഒഴിവാക്കുന്ന സംഭവമാണ്. രാത്രി മൊത്തവും കറങ്ങി കിടക്കും, സുബഹിയില്ല, ഇടയത്താഴവും ഇല്ല. ഇതിനേക്കാളും വലിയ തെറ്റ് വേറൊന്നുമില്ല. പ്രത്യേകമായ അനുഗ്രഹമുള്ള ഒന്നാണ് ഇടയത്താഴം. അത് ഒരു അല്പം വെള്ളം കുടിച്ചാൽ മതി, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ആ സുന്നത്ത് നഷ്ടപ്പെടുത്തരുത്. നോമ്പിന്റെ പകൽ വിശദീകരിക്കണ്ടല്ലോ, അത് പറഞ്ഞു. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കാൻ എല്ലാം ഉണ്ടാക്കി വെച്ചു, പിന്നെ ബാങ്ക് വിളിച്ചു, ഭർത്താവിന് എടുത്തു കൊടുത്തു, മക്കൾക്ക് എടുത്തു കൊടുത്തു, എല്ലാം കഴിഞ്ഞ് പറയും ഇനി ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ എന്നിട്ട് നോമ്പ് തുറക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഭയങ്കര ഭക്തിയാണ്. അങ്ങനെ ഒരു ഭക്തിയൊന്നും വേണ്ട. ബാങ്ക് വിളിച്ചാലൊന്നുമല്ല, അസ്തമിച്ചാൽ ഉടനെ ചെയ്യുക. നോമ്പ് തുറക്കൽ പ്രത്യേകം സുന്നത്താണ് എന്നുള്ളതും മനസ്സിലാക്കുക. എന്തുകൊണ്ട് നോമ്പ് തുറക്കണം? ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. അത് വിഴുങ്ങരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി ചവച്ചേ തിന്നാവും. എന്താ കാര്യം? നമ്മുടെ ഉമിനീരും ഈത്തപ്പഴവും തമ്മിൽ എന്ത് ചെയ്യണം? കലരണം, ഇല്ലെങ്കിൽ അത് തിരിക്കാതെ വരും. അപ്പൊ നന്നായി ചവച്ച് മാത്രം ഇറക്കുക. അങ്ങോട്ട് ചെന്നിരുന്നിട്ട് എന്ത് ചെയ്യാം? നോമ്പ് തുറയുടെ കഥ പറയണ്ടല്ലോ. നമ്മുടെ നോമ്പ് തുറയെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങോട്ട് വന്നിട്ട് അറ്റാക്കിങ് ആണ്. അമ്മാതിരി അറ്റാക്ക് ചെയ്യരുത്. ശരീരത്തിന് എന്ത് ചെയ്യും? വിപരീത ഫലം ചെയ്യും. റസൂൽ അങ്ങനെ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല, സഹാബത്തും ചെയ്തിട്ടില്ല. നമ്മൾ തുടങ്ങി വെച്ചതാണ് എന്ത് ചെയ്യുക? അങ്ങോട്ട് വന്നിട്ട് ഫയർ എന്ന് പറയുമ്പോൾ പടപടാ കഴിക്കുക, എടുക്കുക, പതുക്കെ ചവിക്കുക. ഈ ജ്യൂസ്, നാരങ്ങ വെള്ളം പോലുള്ള തൽക്കാലം ഒഴിവാക്കുന്നതല്ല, ശുദ്ധമായ പച്ച വെള്ളം കുടിക്കുക. ഓക്കെ. അപ്പോ ഒന്ന് ഈത്തപ്പഴം, അതില്ലെങ്കിൽ കാരക്ക. നമ്മുടെ നാട്ടിലെ കാരക്കയല്ല, ഉണങ്ങിയ ഈത്തപ്പഴം, അതിനാൽ കാരക്ക പറയും. മൂന്നാമത് അതുമില്ല, ഇത് ശുദ്ധമായ വെള്ളം. ഇതുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. നോമ്പ് തുറക്കുന്ന സമയത്ത് അമിതമായി ഭക്ഷണം കഴിക്കരുത്. അമിതമായി ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിന് എന്ത് ചെയ്യും? വിപരീതമായ ഫലം ചെയ്യും. ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും, ഡൈജസ്റ്റ് ആവില്ല. അപ്പൊ പലവിധ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി തീരുകയും ചെയ്യും. അതിനൊരിക്കലും നമ്മൾ അവസരം ഉണ്ടാക്കാതിരിക്കുക. ഇത്രയും പറഞ്ഞ നോമ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? ഇത് എനിക്ക് ചോദിക്കാം. ഇത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുക. എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടോ? ഈ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, എനിക്കെല്ലാം മനസ്സിലായി. രണ്ട്, ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഏതാ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ നമ്മൾ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നോക്കുക, റമദാൻ എന്ന മാസത്തെ കുറിച്ച് പറയുമ്പോൾ ഷഹ്റു റമദാൻ, നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നതിന് മുൻപ് റമദാൻ എന്ന മാസം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നതിന് മുൻപ് റമദാൻ എന്ന പേരിൽ മാസം ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഇല്ല. അപ്പൊ അതുവരെ അറബിയിൽ മാസം 11 ഉണ്ടായിരുന്നു. അങ്ങനെയാണോ? മാസം ഉണ്ടല്ലേ? അല്ല, ആകെ പെട്ട്. റമദാൻ എന്ന പേരിൽ അറബിയിൽ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപേ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പറയുന്ന ഈ ശ്രേഷ്ഠതയും ഈ പുണ്യങ്ങളും ഈ പോലീസുകളും എപ്പോഴാ വന്നത്? ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിലേക്ക് കടന്നുപോയി ധ്യാനനിമഗ്നനായിരിക്കുന്ന പ്രവാചകന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന് തുടങ്ങിയോ ആ ഒരു നിമിഷത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് ഞാൻ അവതരിപ്പിച്ചത് എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചു എന്നതാണ് ആ മാസത്തിന് ഇത്രയേറെ ശ്രേഷ്ഠതകൾ ഉണ്ടാകുന്നതിന് കാരണം എന്ന് ആര് പറഞ്ഞു? അല്ലാഹു പറഞ്ഞു. എന്തിനാണ്? ഓക്കെ, ഖുർആൻ അവതരണം അവിടെ കഴിഞ്ഞില്ലേ? ആ റമദാനിൽ കഴിഞ്ഞില്ലേ? പിന്നെ എന്തിന് വർഷാവർഷം ഈ നോമ്പും ഈ തറാവീഹിലെ ഖുർആൻ പാരായണവും ഈ ഖത്മുകളും എന്തിനാണ് ചെയ്യുന്നത്? എന്തിന് ഖുർആൻ? ഷഹ്റു റമദാനിന്റെ പ്രത്യേകത ഖുർആൻ അവതരിച്ചതാണെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞു. ചുമ്മാ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ആണോ? ചുമ്മാ വെറുതെ മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞതാണെന്ന് വിചാരിക്കരുത്. ആ ഒരു മാസം ഖുർആനുമായി നമുക്കൊരു ബന്ധം ഉണ്ടാകണം. എങ്ങനത്തെ ബന്ധം? നമ്മൾ പറയും കഴിഞ്ഞ റമദാൻ ഞാൻ 5 ഖത്ം തീർന്നു, കഴിഞ്ഞ റമദാൻ എല്ലാ ദിവസവും നമ്മൾ പോയി തറാവീഹ് നമസ്കരിച്ചു. അല്ല, ആ റമദാനിന്റെ രാവിലോ പകലിലോ നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ, നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ, ആ കേൾക്കുന്നതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. ഏത് മാറ്റം? അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത്, ചെറിയ കുഞ്ഞായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ വാപ്പാന്റെ അരികിലേക്ക് കടന്നിരുന്നു. വാപ്പാ, ഈ ഖുർആൻ ഓതുമ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബിന് മാറ്റം ഉണ്ടായതുപോലെ
പലരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടായതുപോലെ ഖുർആൻ ഓതുമ്പോൾ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറെ കാലമായി ഖുർആൻ ഓതുന്നു, ഒരു മാറ്റവും കണ്ടില്ല വാപ്പ. ഇനി ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നു ഒരുപാട് പേര് ഖുർആൻ ഓതുന്നുണ്ട്, വാപ്പ ഒന്നും കണ്ടില്ല. എന്തേ പറ്റുന്നത്? ശരിയാണോ അല്ലേ? എത്ര കാലമായി കഥ തീർക്കാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി തറാവീഹ് നമസ്കാരത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ചിന്തിക്ക്. അല്ലാമ ഇഖ്ബാൽ എന്ന ചെറിയ കുഞ്ഞ് മുഹമ്മദ് ഇഖ്ബാൽ വാപ്പാന്റെ അടുത്ത് ചോദിക്കുന്നു, വാപ്പ ഞാൻ ഓതി വാപ്പ, പക്ഷെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല വാപ്പ എന്ന് പറഞ്ഞ സമയത്ത് ആ വാപ്പ മകനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ, മോനെ മുത്തുപാലെ, നീ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ആ ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നിന്റെ മനസ്സിലുണ്ടാകണം, ഈ നിമിഷത്തിൽ എന്റെ രക്ഷിതാവ് എന്നെ സൃഷ്ടിച്ച, എനിക്ക് ജീവിതം നൽകിയ, എനിക്ക് ചിന്തിക്കാനുള്ള കഴിവ് നൽകിയ, എന്റെ പോലും അനുവാദമില്ലാതെ എന്റെ നെഞ്ചകത്തിൽ നിന്നുകൊണ്ട് മിടിക്കുന്ന, എന്റെ ഹൃദയത്തെ മിടിപ്പിക്കുന്ന എന്റെ തമ്പുരാൻ ഈ നിമിഷത്തിൽ എന്നോട് പറയുന്ന വാക്കുകളാണിത് എന്ന ബോധ്യത്തോടെ മോനെ നീ ഒന്ന് പാരായണം ചെയ്ത് നോക്ക്. എപ്പോഴെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ചിന്തയോടെ എന്റെ റബ്ബ് എന്നോട് പറയുന്ന വാക്കുകളാണിത് എന്നും പറഞ്ഞ് നമ്മൾ ആ ഖുർആൻ എടുത്ത് തുറക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും, ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയും കാലമായി ഞാൻ സത്വം തീർത്തുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങളിലൂടെ എന്റെ റബ്ബ് എന്നോട് പറയുന്ന വാക്കുകൾ എന്താ? അവിടെയാണ് നിങ്ങൾ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ആയത്തിറങ്ങിയ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ ഇരുന്നിട്ട് കരയുകയാണ്. എഴുന്നേറ്റ് പോകാൻ കഴിയാതെ വിങ്ങി കരയുന്ന ഉമർ ബിൻ ഖത്താബിന്റെ അരികിലേക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഉമറേ എന്തേ കരയുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാൻ വയ്യാതെ ഇതുപോലുള്ള ചുണ്ടുകളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ആയത്ത് ഉമറിന്റെ വിഷയത്തിൽ ഉമറിന്റെ റബ്ബ് അവതരിപ്പിച്ചതാണ് റസൂലേ. നമ്മളെന്താ ആലോചിക്കുന്നത്? ഓരോ ആയത്തും വരുമ്പോ മറ്റേ സംഘടനക്കാരന് ജന്മത്തിൽ നമ്മൾ രക്ഷപ്പെടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്വർഗം നിങ്ങൾക്ക് വീണ്ടും അകലെയാണ്. ഈ ആയത്ത് മറ്റേ സംഘടനക്കാൻ അല്ലടോ, ഈ ആയത്ത് നിന്റെ വിഷയത്തിൽ നിന്റെ റബ്ബ് അവതരിപ്പിച്ച, ഈ ആയത്ത് അയൽവാസിക്കാൻ അവർക്ക് ജന്മത്തിൽ നിങ്ങൾ രക്ഷപ്പെടില്ല. ഈ ജീവിതം ഇതാണ് പറഞ്ഞത്. എവിടെയെങ്കിലും ഈ റമദാൻ എന്തിനാ ഇത്രയേറെ ഖുർആൻ ശബ്ദം തീർക്കാൻ പറഞ്ഞേ? എന്തിനാ റമദാനിൽ തറാവീഹ് നമസ്കാരം? തറാവീഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദീർഘമായ നൃത്തമാണ്. ഖിയാമുൽ ലൈൽ, രാവിലെ നൃത്തങ്ങൾ. എന്തിനാ? എന്നിട്ട് ഖുർആൻ അസ്തമിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. എന്തിനാ കേൾക്കുന്നത്? എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകണം. ഏതുപോലെ അറിയുമോ? ദമാസ്കസിൽ ഒരു ക്രൂരനായ ഒരു കൊള്ളക്കാരനുണ്ടായിരുന്നു. ദമാസ്കസ് പട്ടണത്തെ കിടുകിടെ ഉറപ്പിച്ച ഇയാളുടെ പ്രത്യേകത, ഏതെങ്കിലും ഒരു വീട് കൊള്ളയടിക്കാൻ വേണ്ടി പോയാൽ അയാളെ മഴുവുമായി പോയി ബാക്കിൽ പോകുക, മുകളിലും കയറുക. ഫ്രണ്ട് വാതിൽ വെട്ടിപ്പൊളിച്ച് കയറി എതിർക്കാൻ വരുന്നവനെ വെട്ടിക്കൊന്ന് കൊള്ളയിടും. അത്രേ ഉള്ളൂ. ഫ്രണ്ട് വാതിൽ പൊളിച്ചേ കയറും, വരുന്നവനെ കൊന്നേ കൊള്ളയടിക്കും. പേര് കേട്ടാൽ ഭയമാണ്. ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഒരു രാത്രിയിൽ തന്റെ മഴുവുമായിട്ട് ഈ മനുഷ്യൻ ഇറങ്ങിയിട്ട് ഈ മനുഷ്യൻ നേരെ പോയി ഒരു വീട് ലക്ഷ്യമാക്കി. കാരണം വേറെ വീടുകളൊക്കെ പോയി, ഈ വീടുകളും വലിയ വീടുകളൊക്കെ കഴിഞ്ഞു. ആ വീട്ടിലും പോയി ഫ്രണ്ട് വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി. ആരും എതിർക്കാൻ പറ്റില്ല. പല റൂമുകളിലും കയറി ഇറങ്ങി. നിരാശയായി പോയി. ഒന്നുമില്ല ആ വീട്ടിനാണ്. അങ്ങനെ നിന്നപ്പോ അത് താഴെ ഒരാൾ ഉണ്ട് എന്ന് മനസ്സിലായി. ആ റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോ ഒരു സ്ത്രീയാണ്. മുഖം കണ്ടു, സൗന്ദര്യമുണ്ട്. എന്നാ പിന്നെ എന്ത് ചെയ്യാം? ഈ പെണ്ണ് കൈ കെട്ടി നിൽക്കുകയാണ്. വലിയ എതിർപ്പൊന്നുമില്ല. എന്ത് ചെയ്യുക? നമസ്കരിക്കുക. ആ മുഖം കണ്ടപ്പോ, നമസ്കരിക്കുമ്പോൾ മുഖം വെളിവാകുമല്ലോ. ആലോചിച്ചു, ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവളെങ്കിലും ആകട്ടെ എന്ന ചിന്തയോടുകൂടി ആ നിൽക്കുന്ന സ്ത്രീയുടെ റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോ ഈ പെണ്ണ് അവിടെ നിന്നുകൊണ്ട് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഹദീദാണ്. ആ സൂറത്തുൽ ഹദീദിൽ സ്വയം മറന്ന് അലിഞ്ഞു ചേർന്നുകൊണ്ട് ആ പെണ്ണ് പാരായണം ചെയ്യുകയാണ്. അലം യഖിനില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായില്ലേ, അന്തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിനെ കുറിച്ചുള്ള സൃഷ്ടിച്ച തമ്പുരാനെ കുറിച്ച് ഓർമ്മിച്ചിട്ട് നെഞ്ചകങ്ങൾ പിടയ്ക്കുവാൻ എന്തേ വിശ്വാസി നിനക്ക് സമയമായില്ല? ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്നോടല്ലേ? കുറച്ചിങ്ങനെ നോക്കിയിരുന്നു, കുറച്ച് ഖുർആൻ കേട്ടിരുന്നു. ആ മനുഷ്യ വീട്ടിൽ നടന്നു. നമസ്കരിച്ച പള്ളിയിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് സുഖരിയുടെ സമയമായി. മോർജിൻ വന്നു. നോക്കുമ്പോ ഇയാൾ അവിടെ ഇരിപ്പുണ്ട്. ഇയാളുടെ അടുത്ത് മഴവും കിടപ്പുണ്ട്. അള്ളാ, ഇന്ന് പള്ളിയുണ്ട്. ഏറ്റത്ത് പള്ളി ചാത്തപ്പനെന്ന് വലിച്ചറ. ഇയാളോട് ഇമാമിന്റെ റൂമിൽ പോയി. നമുക്ക് ഇമാമിന്റെ റൂമൊന്നും വെട്ടിപ്പൊളിച്ചില്ല. ആള് ജീവനോട് തട്ടി വിളിച്ചു. ഇരിക്കുന്നു ഓടാന്ന് പറഞ്ഞു.
ഇമാം പതുക്കെ വന്ന് നോക്കുമ്പോൾ മഴ എടുത്തിരുന്നുണ്ട്. ദൂരെ നിന്ന് നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെ ഇരിക്കുക, ഇയാൾ ഇടയ്ക്ക് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. എന്തേ സംഭവിച്ചത്? സത്യം അടുത്ത് ചെന്ന് നോക്കുമ്പോ ഈ മനുഷ്യൻ കരയുകയാണ്. ഈ മനുഷ്യൻ കരയുന്ന ഈ മനുഷ്യന്റെ തോളിൽ പിടിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ തിരിച്ചിട്ട് ചോദിച്ചു, അതെ ഇമാം, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ച ആ മനുഷ്യൻ, ചരിത്രത്തിൽ ആ മനുഷ്യൻ അറിയപ്പെടുന്നത് ആബിദുൽ ഹറമൈൻ. മക്കയിലും മദീനയിലും ആ കാലഘട്ടത്തിൽ ഏറ്റവും ഭക്തനായ മനുഷ്യൻ, പേര് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ. എങ്ങനെയായി മാറ്റുണ്ടായത്? ഒരു നിമിഷത്തിൽ ഖുർആൻ ഇത് എന്റെ റബ്ബ് എന്നോട് പറയുന്നതാണെന്നുള്ള ഒരു ചിന്ത, അത് തന്നെയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ ഖുർആൻ എടുത്തു വെച്ച് നോക്കിയപ്പോ ഇത് എന്റെ റബ്ബ് എന്നോട് പറയുന്നതാണ്. ആ ഒരു ചിന്ത ഈ റമദാനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഈ റമദാനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ, റസൂലിലേക്ക് അവതരിച്ചത് അവർ കേട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് ചുടുചോര പുറത്തേക്ക് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് അവർ പറയുന്ന വാക്കുണ്ട്, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതിന്റെ സാക്ഷികളിൽ നീ ഉൾപ്പെടുത്തണേ എന്ന് പറയും എന്ന് ഖുർആൻ. അത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഖുർആൻ എടുത്തു വെച്ച് ഖുർആനിൽ റബ്ബ് പറയുന്നത് ഓർമ്മിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ ഒന്ന് നെഞ്ചു വെങ്ങി, ഒരു തുള്ളി കണ്ണുനീര് നിങ്ങളുടെ കണ്ണിൽ നിന്ന് വന്നാൽ ആ കണ്ണ് നരകം സ്പർശിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒന്നാമത് പഠിക്കുക. ഇത് രണ്ട്, നിങ്ങൾ ശരിക്കും നോക്കുക. ഷഹ്റു റമദാൻ അക്കിന അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചു. ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫലയസും. ആ മാസത്തിൽ ഹാജരുള്ളവൻ നോമ്പ് നോക്കട്ടെ. ഇത് ശരിക്കും ആലോചിച്ചോക്കെ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ എന്നാൽ ഖുർആൻ അവതരിച്ച മാസമാണ്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫലയസും, ആ മാസത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കട്ടെ. അതുപോലെ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഖുർആൻ എന്തിനാ എന്ന് ചിന്തിപ്പിച്ചൊരു വസ്തുതയാണ്. ഇനി അത് തന്നെ നിങ്ങൾ ആലോചിച്ചോക്കെ. ഹുദൽ ലിന്നാസ്, വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കണേ. ഹുദൽ ലിന്നാസ് മാനവലോകത്തിന് സന്മാർഗം, വബയ്യിനാത്തിൻ മിനൽ ഹുദാ സന്മാർഗം എന്തെന്ന് വിശദമാക്കുന്നു. രണ്ടും ഒന്നല്ലേ? രണ്ടും ഒന്നല്ലേ? വൽ ഫുർഖാൻ ശരിയും തെറ്റും നന്മയും ചിന്മയും ഏതെന്ന് വേർതിരിക്കുന്നത്. ഇതല്ലേ സന്മാർഗം? എന്താ പാപ്പയായ അച്ഛനായ പിതാവ് എന്ന് പറയും പോലെ ഇതെല്ലാം ആവശ്യമുണ്ടോ? എല്ലാം ആവശ്യമുണ്ടോ? റമദാൻ ഖുർആൻ അവതരിച്ച മാസം നമ്മൾ നോമ്പ് പിടിക്കാൻ പറഞ്ഞ പോലെ ഈ ആവശ്യമില്ലാതെ തള്ളേണ്ട ആവശ്യമുണ്ട്. അത് ഒരേ അർത്ഥത്തിന് ഫലമാണ്. ഇത് ആവശ്യമുണ്ടോ? ചുമ്മാ പറഞ്ഞായിരിക്കില്ലേ? പടച്ചവനെന്തോ അബദ്ധം പറ്റിയായിരിക്കില്ലേ? അങ്ങനെയാണല്ലോ ഇപ്പൊ പടച്ചവന് ഭയങ്കര അബദ്ധം പറയുന്ന ആൾക്കാര് അബദ്ധം പറ്റിയാണോ എന്നെ ചിന്തിപ്പിച്ചത്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുമ്പോ മുമ്പ് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്, പറഞ്ഞ വീണ്ടും പറയാൻ പറ്റൂല്ലോ. അപ്പൊ ഞാൻ ഇതിങ്ങനെ അന്വേഷിക്കുന്നത് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്നാണ്, ഇത് എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ചുമ്മാ പറഞ്ഞതാണ്. ഒരേ അർത്ഥത്തിലുള്ള വ്യത്യസ്തമായ വാക്കുകൾ എന്തിനു പറഞ്ഞു? എന്റെ അന്വേഷണം അങ്ങനെയായിരുന്നു. ഞാൻ കുറെ തഫ്സീറുകളൊക്കെ എടുത്തു പോകണം, ഒന്നും കിട്ടിയില്ല. പിന്നീട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് ഒത്തിരി കയറി പോയപ്പോ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി. ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞാൽ മാനവ ലോകത്തിന് ഖുർആനിൽ രണ്ട് തരം പ്രയോഗമുണ്ട്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണോ ആ മനുഷ്യരായിട്ടുള്ളവർ എല്ലാവരും ചെയ്യേണ്ട ചില നിയമങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനുഷ്യർ എല്ലാവരും പോയാൽ മനുഷ്യന് സമാധാനത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാവും. ഖുർആൻ അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നീ പ്രകൃതിയോട് എങ്ങനെയായിരിക്കണം, മനുഷ്യരാശിയോട് എങ്ങനെയായിരിക്കണം, കുടുംബത്തോട് എങ്ങനെയായിരിക്കണം, നിന്നോട് നീ എങ്ങനെയായിരിക്കണം, മനുഷ്യൻ എന്ന നിലയിൽ നീ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതാരോടാ? മുഴുവൻ മനുഷ്യരോട്, മുസ്ലിമിനോടല്ല. ഇനി വബയ്യിനാത്തിൻ മിനൽ ഹുദാ എന്ന് പറഞ്ഞാൽ ഏതാ? വബയ്യിനാത്തിൻ മിനൽ ഹുദാ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ഈ കിതാബ് നിസ്സംശയം ഹുദൻ ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് ഹുദ. ആ സന്മാർഗ്ഗം ഏതാ? യാ അയ്യുഹല്ലദീന ആമനു, അഥവാ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, റസൂലിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അന്ത്യദിനമുണ്ട് എന്ന് ഭയപ്പെടുന്നവരാണെങ്കിൽ, ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട, നിങ്ങളുടെ സമ്പത്തിൽ ചെയ്യേണ്ട, നിങ്ങളുടെ ഓരോ വർഷത്തിൽ ഒരു മാസത്തിൽ ചെയ്യേണ്ട, ഇങ്ങനെ തുടങ്ങുന്ന കുറെ നിയമങ്ങളുണ്ട്. അത് ആർക്കുള്ളതാ? അത് മുഴുവൻ മനുഷ്യർക്കുമുള്ളതല്ല. ആ മുഴുവൻ മനുഷ്യരിൽ നിന്ന് ഹിദായത്ത് കൊണ്ട് പ്രത്യേകമായ ആൾക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ. മൂന്നാമത് ഏതാ? വൽ ഫുർഖാൻ ശരിയും തെറ്റും എന്തിനു പറഞ്ഞു തരുന്നു? ഒരു മുസൽമാൻ നിലപാടുണ്ടാവും. ലോകത്ത് പലതും ഉണ്ടാവും, പലരും പറയുന്നുണ്ടാവും, പലരും പല ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഒരു മുസൽമാന് അവനൊരു നിലപാടുണ്ട്, നീതിയുടെ നിലപാട് എന്ന് പറയും.
ആ നിലപാടിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആ നിലപാട് ശക്തമായി ആരുടെ മുന്നിലും ഏറ്റവും വലിയ ജിഹാദ് അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ കലിമത്ത് ഹക്ക് യാഥാർത്ഥ്യം നിലപാട് നീതി സ്വാതന്ത്ര്യം സമത്വം അത് പറയാനാണെന്ന് പഠിപ്പിച്ചു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാനവലോകത്തോട് പറയാനുള്ളത്, മാനവലോകത്തോട് പറയണോ വേണ്ടേ? പറയണോ വേണ്ടേ? പറയണം. മുസ്ലിമീങ്ങളോട് പറയാനുള്ളത്, മുസ്ലിമീങ്ങളോട് പറയണോ വേണ്ടേ? പറയണം. ഒരു നിലപാട്, മുസൽമാന്റെ നിലപാട് എന്തായിരിക്കണം? ആ നിലപാടിൽ നിൽക്കണം. ആ നിലപാട് സമൂഹത്തോട് പറയണം. ആണോ ഇല്ലേ? അത് പറയാൻ പറ്റുന്നുണ്ടോ? അത് പറയാൻ പറ്റുന്നുണ്ടോ? ശരിക്കും നമ്മൾ ആലോചിക്കുക, ഇന്നത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? മുസ്ലിം എന്നും പറയാൻ പോലും ഭയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക. ശരിക്കും ആലോചിച്ച് നോക്കുക, മുസ്ലിം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിനനുസരിച്ച് 5 നേരം നമസ്കരിക്കുന്ന, റമദാനിൽ വ്രതം അനുഷ്ഠിക്കുന്ന, എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്യുന്ന, ഇസ്ലാമികമായി വസ്ത്രം ധരിച്ചു നടക്കുന്ന ഒരാളാണ് എന്ന് പറയാൻ ഭയപ്പെടുന്ന, അതൊരു അപമാനമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടിന്റെ സാഹചര്യം നമ്മളെ കൊണ്ടുവന്നെത്തിക്കുക. ഏതുപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യൂഷിക്കുൽ ഉമ്മമു അൻ തദാഅ അലൈക്കും കമാ തദാഅ ലാഖിലതു ഇലാ ഖിസ്തിഹാ. ഒരു ഭക്ഷണ പാത്രത്തിലേക്ക് പക്ഷികൾ പറന്നിറങ്ങി ആ ഭക്ഷണത്തെ കൊത്തി പറക്കുന്നത് പോലെ നിങ്ങളുടെ നാവ് ഒന്ന് ചലിച്ചാൽ, നിങ്ങളുടെ പ്രവൃത്തി ഒന്ന് ചലിച്ചാൽ നിങ്ങളെ കൊത്തി പറക്കാൻ വേണ്ടി ആൾക്കാരുണ്ടാകുന്ന ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, മതമല്ലടോ പ്രശ്നം, എരിയുന്ന വയറിന്റെ വേവാണ് പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരുടെ, എല്ലാ മതത്തിലും തെറ്റും ശരിയുമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ മതമൊന്നുമല്ല. ഇവിടെ എന്ത് ചെയ്യാം, അമ്പലങ്ങളും പള്ളികളും പൊളിച്ചിട്ട് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതാണ് ഇവിടെ ആവശ്യം എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഈ പ്രശ്നങ്ങളുടെ മുന്നിൽ മനുഷ്യൻ 3 രീതിയിലായി പോകും. ഒന്ന്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ പെട്ടെന്ന് എന്തോ ഒരു സാധനം നമ്മളെ എന്ത് ചെയ്യും, ആക്രമിക്കാൻ വേണ്ടി വന്നു, നമ്മൾ എന്തൊക്കെ ചെയ്യും? 3 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഫ്ലാറ്റ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ നിന്നോട്, ബാക്കി എന്ത് ചെയ്യും, അത് ചെയ്തിട്ട് അങ്ങ് വെക്കുമോ. രണ്ടാമത്തെ എന്ത് ചെയ്യും, ഫൈറ്റ്, ഒരു നിമിഷം അല്ലാഹ്, അടുത്ത നിമിഷം ഓടിത്തം. മൂന്നാമത്തെ ഏതാ, ഫൈറ്റ്. നമ്മളിപ്പോ ചെയ്യുന്ന ആദ്യത്തെ 2 കാര്യങ്ങളാണ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകുന്നു. നമ്മുടെ കുട്ടികളുടെ തൊണ്ട വരളുന്നു, മറുപടി ഇല്ലാതെ നിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, ഇസ്ലാമിൽ നിന്ന് തന്നെ ഉൾവലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഭയം. അതാണ് പ്രശ്നം. നിങ്ങൾ ഭയക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വാഹനം ഓടിക്കുന്ന ആൾക്കാർ ആലോചിച്ച് നോക്കിയാൽ, പെട്ടെന്ന് ഒരു വണ്ടി എതിരെ വന്നു, നിങ്ങൾ ഭയന്നു പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പാമ്പ് കടിച്ചിട്ട് ഏറ്റവും അധികം ആൾക്കാർ മരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? പാമ്പിന്റെ വിഷമല്ല, പിന്നെന്താ? ഭയം. നമ്മുടെ സമൂഹത്തെ ഇന്ന് പ്രസിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിന്റെ വേവാണ് പ്രശ്നം. അതുകൊണ്ട് നിന്റെ സ്വത്തിന്റെ 2.5% സകാത്ത് കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു, മതം പറഞ്ഞു. മതമല്ലേ എന്ന് പറഞ്ഞത്? മതമല്ലേ എന്ന് പറയുന്നത്? താഴെയുള്ളവനോട്, ഭൂമിയിലുള്ളവനോട് കരുണ ചെയ്താലാണ് ആകാശത്തുള്ളവന്റെ കരുണ കിട്ടുക. അതാരെ പറഞ്ഞേ? മതമില്ലാത്തവൻ പറഞ്ഞു. മതമുള്ളവന് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോ മതമുള്ളവന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തില്ലേ? അതൊക്കെ അവിടെ വീടുകളായിട്ട് ഇതാ കാണിച്ചു തരാം. എത്ര എണ്ണം നിങ്ങൾക്ക് കാണാം മതമുള്ളവന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തത്? മതമില്ലാത്തവന്റെ കയ്യിൽ കൊടുത്തതിന്റെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കും. എവിടെ എത്തി? ഇത് എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല? ഇതെന്തുകൊണ്ട് നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല? മതം ഇവിടെ പള്ളികളല്ല, അമ്പലങ്ങളല്ല, മറിച്ച് എന്ത് ചെയ്യുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വേണമെന്ന് പറയുന്നവനോട് തിരിച്ച് നീ ഇവിടെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്ന് ചോദിക്കാൻ കഴിയും? ലോകത്തെ ഏറ്റവും വലിയ, ലോകത്തെ ആധുനികതയുടെ ഏറ്റവും ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാ? മോഡേൺ യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏതാ? തിരിച്ചു ചോദിക്കാൻ കഴിയണ്ടേ? ജാമിയത്തുൽ ഖുർത്തുബ എന്ന് പറയുന്ന കൊർദോവ യൂണിവേഴ്സിറ്റിയാ ആരാ ഉണ്ടാക്കിയത്? മുസൽമാനാണടാ എന്ന് ചങ്കൂറ്റത്തോടെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് നമ്മൾ കടന്നു പോവാ. ആദ്യമായി ശസ്ത്രക്രിയ നടത്തിയത് ആര്? എവിടെയാ? മുസ്ലിം സ്പെയിനിലെ മുസ്ലിമീങ്ങളുടെ ആശുപത്രിയിലായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? ലോകത്തെ ഏറ്റവും അധികം വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഏത് എന്ന് ചോദിച്ചാൽ അത് ജാമിയത്തുൽ ഖുർത്തുബ എന്ന കൊർദോബ യൂണിവേഴ്സിറ്റി ആണെന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുഞ്ഞ് ജനിച്ചാൽ അവൻ മരണപ്പെടുന്നത് വരെ
അവൻ പഠിച്ചാലും തീരാത്ത അറിവിന്റെ വിവിധങ്ങളായ ഭാഷകളിലുള്ള വിവിധങ്ങളായ ടെക്നോളജികളിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള മണിക്കൂറുകൾ നമുക്ക് വേണ്ടി വരും മുഴുവനും കറങ്ങി നടക്കാൻ. അങ്ങനെയുള്ള ബൃഹത്തായ ഗ്രന്ഥശാലയുള്ള ലോകത്തിലെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ജാമിഅൽ അസ്ഹർ എന്ന് പറയുന്ന അസ്ഹർ യൂണിവേഴ്സിറ്റി. ആർക്കുള്ളതാ? ചോദിക്കാൻ കഴിയണ്ടേ? എന്തേ നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല? ഇതൊന്നും ഇല്ലാത്തതാണോ? ഇതൊക്കെ ഇവിടെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോ എന്തുകൊണ്ടേ നമ്മുടെ കുട്ടികൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഈ പറയുന്നവനോട് തിരിച്ച് നിങ്ങൾ എവിടെ ഉണ്ടാക്കിയതൊന്ന് കാണിക്കൂ എന്ന് തിരികെ ചോദിക്കാൻ? എല്ലാ മതത്തിലും തെറ്റുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിലും തെറ്റുണ്ട് എന്ന് സമ്മതിക്കണം എന്ന് പറയുന്നവനോട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കുറെ തെറ്റുകളുണ്ട്, ശരിയല്ലേ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ എന്തേ നമുക്ക് കഴിയാതെ പോകുന്നു? അത്ര കാര്യമുള്ളൂ. ഭയം. ഈ ഭയം അവസാനിക്കുന്നിടത്ത് കാര്യങ്ങൾ മാറി പറയും. ഇത് നോക്കുക, ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി, നിങ്ങളത് അറേബ്യയിലൊന്നും പോകണ്ട, 1400 വർഷങ്ങൾക്ക് അപ്പുറമൊന്നും വേണ്ട, മൗലാന മുഹമ്മദ് അലി ജൗഹർ, ഇന്ത്യ നൊന്തു പ്രസവിച്ച ഇന്ത്യയുടെ അഭിമാനം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി അന്നത്തെ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മുന്നിൽ പോയിട്ട് ആരാണ് സംസാരിക്കാനുണ്ടാവുക എന്ന് ചോദിച്ച സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്? മൗലാന മുഹമ്മദ് അലി ജൗഹർ. ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇവിടെ നിന്ന് കപ്പൽ കയറാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഗാന്ധിജി അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൗലാന നിങ്ങൾ എന്തുമായിട്ടാണ് പോകുന്നത്? അന്നത്തെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരുടെ മുന്നിൽ അവരാണ് ചോദിക്കുന്നത് എന്തുമായിട്ടാണ് കടന്നു പോകുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഖുർആനിന്റെ പ്രതിയെടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുമായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്കറിയാമോ, ഈ കടന്നു പോകുന്നതിന്റെ പശ്ചാത്തലങ്ങൾ, ഈ കടന്നു പോകുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താ തന്ത്രം എന്നറിയോ? ഇവിടുത്തെ ഖിലാഫത്തിന്റെ മാപ്പിളമാരുണ്ട്, ഖിലാഫത്തിന്റെ മുസ്ലിമീങ്ങൾ, ഇവരുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമൊന്നും അല്ല. ഇവര് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ അതുപോലെ ചെയ്തിട്ട് ഇത് ഇസ്ലാമിക രാഷ്ട്രമാക്കും, അതിനു വേണ്ടിയാണ് ഈ ഖിലാഫത്തിന്റെ മൗലാനമാര് നിൽക്കുന്നതെന്ന് ഇന്ത്യ രാജ്യത്ത് പ്രചരണം അഴിച്ചുവിട്ട് ഇന്നും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക. ഇന്നും അതേ ആരോപണം ബ്രിട്ടീഷുകാരൻ ഛർദ്ദിച്ചത് എടുത്ത് കപ്പിയിട്ടാണ് ഇവർ ഇന്നും സംസാരിക്കുന്നത്. മനസ്സിലാക്കുക. ആ ഒരു ഘട്ടത്തിലാണ് മൗലാന മുഹമ്മദ് അലി ഇവിടെ നിന്ന് പോയിട്ട് ബക്കിംഗ്ഹാം പാലസ് തെറ്റായിട്ട് വരണം. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് സെന്റ് ജെയിംസ് പാലസിൽ വെച്ച് അവിടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ എവിടെ സംസാരിച്ചാലും ഒന്നുകിൽ ഖുർആൻ പറയും, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ഉദ്ധരണി പറയും. അങ്ങനെ ഒരു ഉദ്ധരണി പറയുന്ന സമയത്ത് അസഹിഷ്ണുതരായിക്കൊണ്ട് നെറ്റിലടിച്ചുകൊണ്ട് പറഞ്ഞു, സ്റ്റോപ്പ്, നിർത്തുക, ഇവിടെ നിന്ന് ഇസ്ലാമിന്റെ വർത്താനമൊന്നും ഇവിടെ നീ പറയണ്ട എന്ന അർത്ഥത്തിൽ ചോദിച്ചുകൊണ്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ ഞാനൊരു മുസ്ലിം എന്നതിന്റെ പേരിലാണ് ഇത് പറയുന്നതെങ്കിൽ ഐ ആം എ മുസ്ലിം ഫസ്റ്റ്, ഐ ആം എ മുസ്ലിം സെക്കൻഡ് ആൻഡ് ഐ ആം എ മുസ്ലിം തേർഡ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു മുസൽമാനാണ്. ഇനി ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിലാണ് നിങ്ങൾ എന്നോട് നിർത്താൻ പറയുന്നെങ്കിൽ ഐ ആം എ ഇന്ത്യൻ ഫസ്റ്റ്, ഐ ആം എ ഇന്ത്യൻ സെക്കൻഡ് ആൻഡ് ഫൈനലി ഐ ആം എ ഇന്ത്യൻ. ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഞാനൊരു ഇന്ത്യക്കാരനാണ് മിസ്റ്റർ ജോർജ്. ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പത്രവുമായി കടന്നു പോകാൻ വന്നവരാണ് ഞാൻ. എടുക്കണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം, ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ എനിക്ക് വേണ്ടി 6 അടി മണ്ണ് ഇല്ലാതെ ഞാൻ പോകില്ല എന്ന് പറയാൻ അദ്ദേഹം 1931 മരണപ്പെടുമ്പോ ബ്രിട്ടീഷ് പത്രങ്ങൾ അന്ന് എഴുതി വെച്ച ഒരു വാക്കുണ്ട്, ഇന്ത്യൻ ലയൺ ഈസ് ഡെത്ത്. ഇന്ത്യൻ സിംഹം മരണപ്പെട്ടു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, ഇന്ത്യൻ സിംഹം എന്ന് ലോക പത്രങ്ങൾ എഴുതുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് മുഹമ്മദ് അലി ജൗഹർ മാറി? ഭയമില്ലാത്ത അവസ്ഥ, ധീരതയോടെ ഞാനൊരു മുസൽമാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം. നിങ്ങൾ വേറൊന്നും വേണ്ട, വർത്തമാന കാലത്തിൽ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഒന്ന് കടന്നുപോയാൽ മതി. ന്യൂയോർക്ക് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ അവിടെ നിന്നുകൊണ്ട് സഹ്റാ മന്ദാനി എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ ഞാനൊരു മുസൽമാൻ എന്ന ചങ്കൂറ്റത്തോടെ പറഞ്ഞപ്പോ ന്യൂയോർക്ക് സിറ്റി കൂടെ നിന്നു. ട്രംപ് കുറെ ചാടി നോക്കിയില്ലേ, വല്ല നടന്നോ? കണ്ടപ്പോ തങ്ങള് അബൂജഹലിന്റെ അരികിലേക്ക് കടം വാങ്ങിയ മനുഷ്യന് തിരികെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പഞ്ചപുച്ചമടക്കി നിന്നതുപോലെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? ഞാനൊരു മുസൽമാൻ എന്ന് ചങ്കൂറ്റത്തോടു കൂടി പറയാനുള്ള ആർജവം ഉണ്ടായി തീർന്നപ്പോ എന്റെ നിലപാട് ഇസ്ലാമിന്റെ നിലപാട് ഇന്നതാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ വേണ്ടി തുടങ്ങിയപ്പോ മാനവലോകത്തിലൂടെ ഞങ്ങൾക്ക് ചിലർ പറയാറുണ്ട്, അത് ഞങ്ങൾ പറഞ്ഞിരിക്കും എന്ന് ചങ്കൂറ്റത്തോടു കൂടി നിലപാടെടുത്തപ്പോ അങ്കിൽ സംഭവിച്ചെങ്കിൽ ലോകം അംഗീകരിച്ചെങ്കിൽ
ആധുനികയുടെ ഈ തുല്യമായ ന്യൂയോർക്ക് സിറ്റി അംഗീകരിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസൽമാനെ ആ ആർജവത്തിലേക്ക് കടന്നു വരാനാണ് هدى للناس وبينات من الهدى والفرقان هدى للناس وبينات من الهدى والفرقان هدى للناس وبينات من الهدى والفرقان എന്ന് തിരിച്ചറിയുക, അതിനായി ജീവിക്കുക. അല്പജീവിതമാണ് നമുക്കുള്ളത്. അത് അഭിമാനത്തോടെ അന്തസ്സോടെ ഞാനൊരു മുസൽമാനാണെന്ന ആർജവത്തോടെ ജീവിക്കാൻ തയ്യാറാവുക. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ ഒരുമിച്ച് കൂടെ സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതിനെയും കേട്ടതിനെയും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ നമുക്ക് അനുകൂല സാക്ഷിയാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ നന്മകൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ ഖുർആനുമായി എടുക്കാൻ, ഖുർആൻ കൊണ്ട് കണ്ണു നനയ്ക്കാനുള്ള മാസമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്സത്തുള്ള മുസ്ലിമായി വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനൂൻ, ഇസ്സത്തുള്ള മുസ്ലിമാനായി ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യത്തിന്റെ നാന്ദി കുറിക്കലാക്കി ഈ റമദാനിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലി അലാ നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റമദാനുമായി ബന്ധപ്പെട്ട അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം, ചിന്തോദ്ദീപമായ പ്രഭാഷണമാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത് ഈ സദസ്സിൽ നടക്കുന്നത് നേമം ഖുർആൻ സ്റ്റഡി സെന്റർ പഠിതാക്കളുടെ വിജയികൾക്കുള്ള സമ്മാനദാനമാണ്. ഫസ്റ്റ് ഡോക്ടർ സബീന. ഇനി മറ്റു സമ്മാനങ്ങളുണ്ട്. റസിയ ബീഗം, മൻസൂർ, ഡോക്ടർ മുഹമ്മദ് റിയാസ് സർ, ഷാജഹാൻ, അൻസർ. അടുത്ത സമ്മാനം കൊടുക്കുന്നത് സെയ്ദ് അൻസറാണ്. യൂണിവേഴ്സിറ്റി സെന്റർ കമ്മിറ്റി അംഗമാണ്, ഏരിയ കോർഡിനേറ്ററാണ്. ബുഷറ ബേബി, സമ്ര ഹനൻ, സബീല, ഷിമി ആർഫി തേർഡ് പ്രൈസ് ആണ്. അടുത്ത തേർഡ് പ്രൈസ് സയ്യിദ് അലി, അബ്ദുറഹീം. സെക്കൻഡ് പ്രൈസ് അലാവുദ്ദീൻ. അർഫ സമിയ. അടുത്ത് അസീല. ബഹുമാന്യരെ, അധ്യക്ഷനായ ഒറ്റ കാര്യമാണ് പറയുന്നത്. ഈ റമദാൻ പ്രഭാഷണത്തോടൊപ്പം ഈ ഖുർആന്റെ സമ്മാനങ്ങൾ കൊടുക്കാൻ കാരണം ഇത് പറഞ്ഞതുപോലെ റമദാന്റെ മാസമാണ്. റമദാനിൽ കൂടുതൽ ഖുർആൻ പഠിക്കുവാനും വായിക്കുവാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ റമദാന്റെ പ്രത്യേകത. അതനുസരിച്ച് നമ്മൾ ഈ വരുന്ന റമദാൻ മാസം, ഈ റമദാൻ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്സത്താണ്. അതോടൊപ്പം തന്നെ ആ റമദാൻ നമുക്ക് അഭിമാനത്തോടു കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുസ്ലിമാണ് എന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ഈ റമദാനെ പൂർണ്ണമായി ഹയാത്താക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയുടെ സമാപനം എന്ന നിലയിൽ നന്ദി പ്രകടിപ്പിക്കുവാൻ വേണ്ടി ICC സെക്രട്ടറി ഹാരിസിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഈ സദസ്സ് ഇത്രയും ഭംഗിയാക്കി തന്ന അള്ളാഹുവിന് ആദ്യമായി നന്ദി പറയേണ്ടത്. പിന്നെ ഇവിടെ അധ്യക്ഷം വഹിച്ച ICCയുടെ ചെയർമാൻ, അതുപോലെ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നെത്തിയ, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച് ഈ പരിപാടി പങ്കെടുക്കാനെത്തിയ പലർക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനീയനായ ഉസ്താദ് അവർ നല്ല രീതിയിലുള്ള ക്ലാസ് എടുത്തത്. അദ്ദേഹത്തിനാണ് ഇതിൻ്റെ പേരിൽ ICCയുടെ പേരിലും ഇതിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.